മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ പല ചിത്രങ്ങൾക്കും റീമേക്കുകൾ ഉണ്ടായി. അത്തരം ചിത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, മണിച്ചിത്രത്താഴ്. 1993 ഇറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ഫിലിമാണ് മണിച്ചിത്രത്താഴ്. ഫാസിലാണ് സിനിമയുടെ സംവിധായകൻ. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന, നെടുമുടി വേണു, തിലകൻ, ഇന്നസെന്റ്, കീർത്തി സുരളിത എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമ മലയാളത്തെ കൂടാതെ 4 ഭാഷകളിൽ കൂടി റീമേക്ക് ചെയ്തിട്ടുണ്ട്. കന്നഡയിൽ ആപ്തമിത്ര എന്ന പേരിലും, തമിഴിൽ ചന്ദ്രമുഖി എന്നും, ബംഗാളിൽ രാജ്മഹോൾ എന്നും, ഹിന്ദിയിൽ ഭൂൽഭുലൈയ എന്ന പേരുകളിലുമാണ് റീമേക്ക് ചെയ്തത്. നമ്പർ 2, കുഞ്ഞിക്കൂനൻ. 2002 പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് കുഞ്ഞിക്കൂനൻ. ശശി ശങ്കറാണ് സിനിമയുടെ സംവിധായകൻ. ദിലീപ്, നവ്യ നായർ എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഒഡിയയിൽ രസിക നാഗര എന്നും, തമിഴിൽ പേരഴകൻ എന്നും, കന്നഡയിൽ മന്മഥ എന്ന പേരിലുമാണ് റീമേക്ക് ചെയ്തത്. ശശി ശങ്കർ തന്നെയാണ് തമിഴിന്റെയും സംവിധായകൻ. സൂര്യ, ജ്യോതിക എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നമ്പർ 3, കഥ പറയുമ്പോൾ. 2007 പുറത്തിറങ്ങി കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിനും റീമേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എം മോഹനാണ് ചിത്രം മലയാളത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു കോമഡി ഡ്രാമ ഫിലിമാണ്. മമ്മൂട്ടി, മീന, ശ്രീനിവാസൻ എന്നിവരാണ് പ്രധാന വേഷം ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമ ഹിന്ദിയിൽ ബില്ലു ബാർബർ എന്ന പേരിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയദർശനാണ് ഹിന്ദിയിൽ ഈ സിനിമ സംവിധാനം ചെയ്തത്. ഷാരൂഖ് ഖാൻ, ഇർഫാൻ ഖാൻ, ലറ ദത്ത എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്പർ 4, ബോഡിഗാർഡ്. സിദ്ദിഖിന്റെ സംവിധാനത്തിൽ 2010 ഇറങ്ങിയ ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് ബോഡിഗാർഡ്. ദിലീപ്, നയൻതാര, മിത്ര കുര്യൻ എന്നിവരാണ് സിനിമയിലെ അഭിനേതാക്കൾ. കാവൽ എന്ന പേരിൽ സിനിമ തമിഴ് റീമേക്ക് ചെയ്തിരുന്നു. സിദ്ദിഖ് തന്നെയാണ് ഇതിന്റെയും സംവിധായകൻ. വിജയ്, ഹസൻ, മിത്ര കുര്യൻ, വടിവേലു എന്നിവരാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സൽമാൻ ഖാൻ നായകനായി സിദ്ദിഖ് തന്നെ ഈ ചിത്രം ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. എല്ലാ ഭാഷയിലും വൻപൻ വിജയം തന്നെയാണ് ചിത്രങ്ങൾ കരസ്ഥമാക്കിയത്. നമ്പർ 5, ദൃശ്യം. 2013 റിലീസ് ചെയ്ത് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ സൂപ്പർ ഹിറ്റായ ഒരു ചിത്രമായിരുന്നു ദൃശ്യം. ഇതൊരു ക്രൈം ത്രില്ലർ ഫിലിമാണ്. മോഹൻലാൽ, മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, കലാഭവൻ ഷാജോൻ എന്നിവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിൽ കൂടാതെ കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലും ചിത്രം റീമേക്ക് ചെയ്തിരുന്നു. നിഷന്ത് കമ്മത്താണ് ഹിന്ദിയിൽ ഈ സിനിമ ദൃശ്യം എന്ന പേരിൽ തന്നെ സംവിധാനം ചെയ്തത്. അജയ് ദേവ്ഗൻ, തബു, ശ്രിയ ശരൺ എന്നിവരാണ് അഭിനേതാക്കൾ. തമിഴിൽ ഈ സിനിമ പാപനാശം എന്ന പേരിലാണ് ഇറങ്ങിയത്. തമിഴിൽ ജിത്തു ജോസഫ് ആണ് സംവിധായകൻ. കമൽ ഹസൻ, ഗൗതമി, നിവേദ തോമസ് എന്നിവരാണ് അഭിനേതാക്കൾ. ഇനിയും ഒരുപാട് ചിത്രങ്ങൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും സമയത്തിന്റെ കുറവ് കാരണം തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ചിത്രങ്ങൾ കമന്റായി അയക്കണേ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ കാണുവാനായി മോളിവുഡ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.